ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം സ്വന്തമാക്കുന്നു. ജ്ഞാനവും ദൈവിക സൗഹൃദവും സ്വന്തമാക്കിയ സുഹൃദിനിയായ ഒരമ്മ ധന്യ മദർ എലിശ്വ. വൈപ്പിൻ ദ്വീപിലെ ഓച്ചന്തുരുത്തിൻ്റെ പുണ്യമായി ജനിച്ച് കൂനമ്മാവിൻ്റെ സുഹൃതമായി മാറി വരാപ്പുഴയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ നിഷ്പാദുക കർമ്മലീത്ത സന്യാസിനി സഭയുടെ സ്ഥാപകയും കേരളത്തിലെ ആദ്യ സന്യാസിനിയുമായ ധന്യ മദർ എലിശ്വ ദേശീയ തീർത്ഥാടന കേന്ദ്രമായ പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ ബസിലിക്കയിൽ വെച്ച് 2025 നവംബർ 8 വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഇത് CTC സഭയ്ക്കെന്നല്ല, കേരള സഭയ്ക്കെന്നല്ല, ഭാരത സഭയ്ക്കു തന്നെ അനുഗ്രഹത്തിൻ്റെ, അഭിമാനത്തിൻ്റെ സുവർണ നിമിഷങ്ങളാണ്. സ്ത്രീ വിദ്യാഭ്യാസം എന്നത് കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തിന്, സ്ത്രീ ശാക്തീകരണത്തിനും മുൻകൈയെടുത്ത് സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെയും ആത്മീയ നവോത്ഥാനത്തിൻ്റെയും അറിയപ്പെടാത്ത നായികയായി മാറിയ ധന്യ മദർ എലിശ്വ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ചില്ല. ചരിത്രം വിസ്മരിച്ചപ്പോഴും ദൈവം അമ്മയെ വിസ്മരിച്ചില്ല. അതുകൊണ്ടാണ് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും അമ്മയുടെ വിശുദ്ധിയും അമ്മ നൽകിയിട്ടുള്ള സംഭാവനകളും പുറം ലോകം അറിയുവാൻ തക്ക വിധത്തിൽ സ്വർഗം അമ്മയെ ആദരിച്ച് ഈ നൂറ്റാണ്ടിൽ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നത്. വൈപ്പിൻ ദ്വീപിലെ ഓച്ചന്തുരുത്തിലെ വൈപ്പിശ്ശേരി കുടുംബത്തിൻ്റെ സമ്പന്നതയുടെ നെറുകയിൽ വന്ന് ജനിച്ച് മാതാപിതാക്കളുടെ നല്ല ശിക്ഷണത്തിൽ വളർന്ന് പാവങ്ങളോടും പാവപ്പെട്ടവരോടും കരുണ കാണിച്ച് 16-ാമത്തെ വയസ്സിൽ കൂനമ്മാവിൻ്റെ മരുമകളായി വാഗയിൽ കുടുംബത്തിലേക്ക് എലിശ്വ ചെന്ന് കയറി. ഏകദേശം 4 വർഷം മാത്രം നീണ്ട ആ ദാമ്പത്യ ജീവിതം തൻ്റെ ഭർത്താവിൻ്റെ വിയോഗത്തോടെ അവിടെ സമാപിക്കുമ്പോൾ അമ്മ തളർന്നില്ല, പതറിയില്ല. ആ നൂറ്റാണ്ടിൽ വൈധവ്യം ഒരു ശാപമായി പരിഗണിച്ചിരുന്ന ആ കാലഘട്ടത്തിലും ഒരു പുനർവിവാഹത്തിന് തയ്യാറാകാതെ ധീരതയോടെ എലിശ്വ എടുത്ത കാൽവെപ്പായിരുന്നു പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ദിവ്യകാരുണ്യ ആരാധനയിലും മണിക്കൂറുകൾ ചിലവഴിച്ച് തന്നെക്കുറിച്ചുള്ള ദൈവനിയോഗം അങ്ങനെ പ്രാർത്ഥനയിലൂടെ കണ്ടെത്തി 1866 ഫെബ്രുവരി 13 എലിശ്വ സഭ സ്ഥാപികയും സഹോദരി ത്രേസ്യയും മകൾ അന്നയും സഹസ്ഥാപികമാരായി ഭാരതത്തിലെ തന്നെ ആദ്യത്തെ തദ്ദേശീയ കർമ്മലീത്ത നിഷ്പാദുക സന്യാസിനി സഭയ്ക്ക് അന്ന് തുടക്കം കുറിച്ചപ്പോൾ അത് ഒരു ആത്മീയ നവോത്ഥാനത്തിൻ്റെ പുതിയ പാത വെട്ടിത്തുറക്കലായിരുന്നു. ഓർക്കണം, തനിക്ക് മുൻപേ ഒരു സന്യാസിനി അന്ന് മലയാള മണ്ണിൽ ഇല്ലാതിരുന്നപ്പോഴും ഇത്രമാത്രം ഒരു ധീരമായ കാൽവെപ്പെടുക്കുവാൻ അമ്മയെ പ്രേരിപ്പിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. ധീര വനിത തന്നെയാണ് എലിശ്വ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. 19-ാം നൂറ്റാണ്ടിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുമ്പോൾ അന്ന് സ്ത്രീകൾക്ക് സമൂഹത്തിൽ യാതൊരു സ്ഥാനവും കൽപ്പിച്ചിരുന്നില്ല. സ്ത്രീ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു കേട്ടുകേൾവി മാത്രമായി നിലകൊള്ളുമ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അമ്മ മുൻകൈയെടുക്കുകയും 1868 ജൂലൈ 20 പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു വിദ്യാലയം അമ്മ തുറക്കുകയും ചെയ്തു കൂനമ്മാവിൽ. ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം ലഭിച്ചാൽ അതുവഴി ഒരു കുടുംബം കെട്ടുറപ്പുള്ളതാകുമെന്നും അതുവഴി സമൂഹം കെട്ടുറപ്പുള്ളതായി തീരുമെന്നും അമ്മ അന്നേ തിരിച്ചറിഞ്ഞു. അതുകൂടാതെ പെൺകുട്ടികളെ കൈത്തൊഴിലുകൾ പഠിപ്പിച്ചും, പ്രത്യേകിച്ച് കൊന്തകെട്ടൽ പോലുള്ള ചെറിയ കൈത്തൊഴിലുകൾ പഠിപ്പിച്ചും അവരെ കൊന്തകെട്ടൽ പഠിപ്പിച്ചും അവരെ സ്വയം പര്യാപ്തരാക്കി. കൂനമ്മാവ് ഇന്നും കൊന്ത വിപണിയിലും കൊന്തകെട്ടലിലും ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് കൊന്തകെട്ടലിൽ ഇന്നും പ്രസിദ്ധമാണ് കൂനമ്മാവ്. ഇപ്രകാരം ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന് വഴിതെളിച്ചയാളാണ് എലിശ്വ. അതുകൂടാതെ വരാപ്പുഴയിൽ പെൺകുട്ടികൾക്ക്, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് താമസിച്ചു പഠിക്കുവാനായി ഒരു ബോർഡിങ്ങും എലിശ്വ സ്ഥാപിക്കുകയുണ്ടായി. എലിശ്വ തുടങ്ങിവെച്ച ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇന്നും സഭാംഗങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും
ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും പുറം രാജ്യത്തുമായി ഭിന്നശേഷിക്കാർക്കുള്ള സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ, അതുപോലെ സാമൂഹ്യ സേവനം എന്നിവയിൽ സഭാംഗങ്ങൾ പ്രവർത്തന നിരതരാണ്. ആ 19-ാം നൂറ്റാണ്ടിൽ എലിശാമയിൽ ദൈവം നിക്ഷേപിച്ച ആ കൃപാഭിഷേകം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തൻ്റെ സമൂഹത്തിലേക്കും സഭയിലേക്കും ആ നാട്ടിലേക്കും അല്ല, ഒരു കാലഘട്ടത്തെ തന്നെ നവീകരിക്കുവാൻ തക്കവണ്ണം എലിശാമ എന്നൊരു നന്മ മരം വളർന്നു എങ്കിൽ, എലിശാമ ഇന്ന് നമുക്ക് മുന്നിൽ ഉയർത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. നാം ആയിരിക്കുന്ന സമൂഹത്തിൽ, കുടുംബത്തിൽ, നമ്മുടെ ജോലി രംഗങ്ങളിൽ നന്മയുടെ തരംഗമായി മാറുവാൻ, ഒരു സ്പാർക്കെങ്കിലുമായി മാറുവാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് ആ വെല്ലുവിളി. ഈ ചലഞ്ച് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദി.